ഒരു സെക്കൻഡ് നിങ്ങൾ നിങ്ങളുടെ ഉമിനീരൊന്ന് പയ്യെ ഇറക്കി നോക്കിക്കേ. ഞാനും ഇറക്കാം. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഇറക്കാൻ പറ്റുന്നുണ്ടോ? അതോ കുറച്ച് സ്റ്റിക്കി ആണോ? അതോ യു ഫീൽ ഡ്രൈനെസ്? ഇങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റിക്കി ആയിട്ടോ കുറച്ച് ഡ്രൈ ആയിട്ടോ ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഡ്രൈ മൗത്ത് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടായേക്കാം. ഇത് പലപ്പോഴും കുറച്ച് ഏജ് കൂടുതലുള്ള ആളുകൾക്ക്, ഒരു 40+ ഉള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഇത് സ്ഥിരമായിട്ടുണ്ടാവാം. അതിനുള്ള കാരണങ്ങൾ പലതാണ്. ചില ആളുകൾക്ക് ഡീഹൈഡ്രേഷൻ കൊണ്ട് ഈ ഡ്രൈ മൗത്ത് ഉണ്ടാവാം. അത് പിന്നെ വെള്ളം കുടിച്ചാൽ ശരിയാവും. പക്ഷെ ചില ആളുകൾക്ക് ഏജിങ് റിലേറ്റഡ് ആയിട്ടും അവർ കഴിക്കുന്ന കുറച്ച് മെഡിക്കേഷൻസിന്റെ ഭാഗമായിട്ടും ഒക്കെ ഈ ഡ്രൈ മൗത്ത് ഉണ്ടാവാറുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വായിൽ ആവശ്യത്തിന് സലൈവ ഇല്ലാത്ത സമയത്ത് സംഭവിക്കുന്നത് പല്ലിന് കേട് വരാനുള്ളതും ഇവിടെ വായ ഡ്രൈ ആയതുകൊണ്ട് തന്നെ കുറച്ച് ബാഡ് ബ്രത്ത് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവുക എന്നുള്ളതുമാണ്. നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ പരിചയത്തിലോ ഉള്ള കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു പ്രോബ്ലം അവർ എപ്പോഴെങ്കിലും പറയുകയോ നിങ്ങൾ നോട്ടീസ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു ഡെന്റിസ്റ്റിനെ കാണിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അവരുടെ പല്ല് നഷ്ടപ്പെടാനുള്ള സാധ്യതകളും അവരുടെ ഓറൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ആയിട്ട് അത് അവരെ ഹെൽപ്പ് ചെയ്യും. സോ ഇങ്ങനെ ഡ്രൈ മൗത്ത് ഒക്കെ ഉള്ള ആൾക്കാരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യില്ലേ?